അവാർഡ് കിട്ടുന്നു. ആ ക്യാരക്ടറിന് എന്താ പറയാ, ആ ഒരു വളരെ ഇത് ഒരു അവസ്ഥയിലേക്ക് എത്തിയാണ്, അടച്ചിട്ട റൂമില് പിന്നെ ആ ക്യാരക്ടറിന്റെ ഒരു അവസ്ഥ ആ ഒരു ബോഡിയിൽ വ്യക്തമാകണം, ശരീരം മുഴുവൻ അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തണം. അതിന് എന്തൊക്കെയായിരുന്നു ചെയ്തത്? മാത്തുക്കുട്ടി ആദ്യം ഡിസ്കസ് ചെയ്തപ്പോൾ അപ്പം ഞാനും വിചാരിച്ചില്ല ഇതൊരു, അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ചേട്ടൻ ഇങ്ങനെ വർക്കുണ്ട്, അതിലൊരു 10 ദിവസം ഇങ്ങനത്തെ സ്പെഷ്യൽ ഒരു വർക്കുണ്ട്, അപ്പോൾ അതിൽ 10 ദിവസം ചേട്ടൻ നിൽക്കണം, നിർബന്ധമായിട്ട് നിൽക്കണം. ഓൾറെഡി ഈ 2-3 സിനിമ നടക്കുക. ഞാൻ പറഞ്ഞു ആ ശരി, അപ്പോൾ സ്ക്രിപ്റ്റ് കേട്ടിട്ട് എനിക്ക് ഈ വർക്ക് കൊള്ളാം എന്നുള്ളത് തോന്നി. അത് എനിക്ക് ഇതിൻ്റെ ലുക്ക് ടെസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ കുറേ റെഫറൻസ് ഒക്കെ എനിക്ക് തന്നു, ഞാനും എടുത്തു. ഞാൻ ഈ പറയുന്ന ഫ്രീസറിൽ പെട്ട ആളുകളുടെ എടുത്തപ്പോഴും നമുക്ക് കിട്ടുന്ന എല്ലാ റെഫറൻസും എല്ലാം ഫോറിനേഴ്സാണ്. നമുക്കൊരു ഇന്ത്യൻ സിൽവർ ആർട്ടിസ്റ്റ് അങ്ങനെ ചെയ്തതായിട്ടോ നമുക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല. അപ്പം അത്രയും ഫെയർ സ്കിന്നായിട്ട് ഒരാൾക്ക് ഈ പറഞ്ഞ ഫ്രീസറിൽ ആക്കപ്പെടുമ്പോൾ വരുന്ന മാറ്റം, ഒരു ഫേസിലുണ്ടാകുന്ന കളർ ടോൺ ചേഞ്ചസ്, ആ ചേഞ്ചസ് നമുക്ക് കാണാൻ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ഇന്ത്യൻ ടോണിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ കളർ ആയിരിക്കില്ല, അത് എന്ത് കളറാണെന്ന് നമുക്ക് പിടുത്തം കിട്ടണില്ല. അപ്പം ഞാനത് ഡിസ്കസ് ചെയ്തു. ഡിസ്കസ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ അതിന് വേണ്ടി മെറ്റീരിയൽ കിട്ടുന്നുണ്ട്, പക്ഷെ അത് അവരുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്താലേ ആ റിസൾട്ട് കിട്ടുള്ളൂ. ആ കളർ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ റിസൾട്ട് കിട്ടണില്ല. കാരണം പിന്നെ അതിന് വേണ്ടി നമ്മൾ ഡാർക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ റെഡിഷ് കൂട്ടുമ്പോൾ ഒരു ഭയങ്കര മേക്കപ്പ് ഫീൽ വരും. അപ്പോൾ ശരിക്കും നമ്മൾ അതിന് വേണ്ടി അങ്ങനെ ഒരു കളറ് നമ്മൾ കുറച്ച് മിക്സ് ചെയ്തൊരു കളർ റെഡിയാക്കി. അത് നമ്മൾ ഫോട്ടോഷോപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അതിനകത്ത് കുറച്ച് വ്യത്യാസം തോന്നി. പിന്നെ എന്തൊക്കെ മിക്സ് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ ആ കളർ ഫിക്സ് ചെയ്തത്. പിന്നെ മാത്തുക്കുട്ടി പറഞ്ഞു നമുക്ക് ഫസ്റ്റ് ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, ഇത് ഫുള്ള് ചുറ്റിയിട്ടുള്ളത്, അപ്പോൾ അതാണ് ലുക്ക് എന്ന് പറയും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഫ്രീസറിൽ നിന്ന് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഫ്രീസറിൽ തന്നെ ഒരു 8 മണിക്കൂറോളം ടൈം ലാപ്സ് കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഓരോ മണിക്കൂറിനും ഓരോ ചേഞ്ച് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് വരെ നോർമൽ ലുക്ക് ചെയ്യണം, അതിൽ കുറേ സ്റ്റിൽ എടുക്കണം, അതിന് നെക്സ്റ്റ് ഫ്രീസറിൽ ചെന്ന് 1 മണിക്കൂർ, 2ാമത്തെ മണിക്കൂർ. അപ്പോൾ ഇത് ചെയ്ത് വരുമ്പോഴേക്കും എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത് മേക്കപ്പ് ആയി വരുന്നുണ്ട്, ശരിക്കും മേക്കപ്പ് ചെയ്ത ഫീൽ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ 2-3ാമത്തെ സ്റ്റേജൊക്കെ ആയപ്പോഴേക്കും ഞാൻ മാത്തുക്കുട്ടി പറഞ്ഞു, അതുകൊണ്ട് ഇനി നമ്മൾ കൂട്ടിയാൽ ഇത് ഭയങ്കര മേക്കപ്പ് ചെയ്ത ഫീൽ. ഒന്നാമത് നമ്മൾ ഈ ചെവിയൊക്കെ റെഡാവും, നോസിൻ്റെ എഡ്ജ് റെഡാവും, ഇവിടെ ചിന്ന് റെഡാവും. അപ്പോൾ ഇത് നമ്മൾ റെഡ് കൂട്ടും തോറും വേറൊരു ക്ലൗൺ ഫീലൊക്കെ വരും, ഫുൾ ഇവിടെ മാത്രം ചുവന്നിട്ട്. അപ്പോൾ ഞാനത് നിർത്തി. ഞാൻ പറഞ്ഞു ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, അതുകൊണ്ട് നമുക്ക് നിങ്ങളൊരു കാര്യം ഫൈനൽ ലുക്ക് ഒരു ഫിക്സ് ചെയ്യാം. നമുക്കൊരു 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 8 ലുക്കല്ലേ കാണിക്കാൻ പോകുന്നത്. ഈ ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കാം, അതിൽ എത്രത്തോളം നിങ്ങൾക്ക് വേണ്ടി വരും എന്നുള്ളത് പറയാൻ പറയും. അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ പറഞ്ഞു ചേട്ടാ കുറച്ചുകൂടി ആവാം, അതില്ലെങ്കിൽ നമുക്ക് മറ്റേ ഫസ്റ്റ് ആയിട്ടുള്ള ചേഞ്ചസ് കിട്ടുള്ളൂ. അങ്ങനെ അതൊരു ഫിക്സ് ചെയ്ത് നമ്മൾ 8ാമത്തെ ലാസ്റ്റ് അവറിലുള്ള ലുക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എളുപ്പമാണ്. കാരണം വെച്ചാൽ അതിൽ നിന്ന് റിമൂവ് നമ്മൾ ബാക്കിലേക്ക് വന്ന് നോർമൽ സ്കില്ലായി കഴിയുമ്പോഴേക്കും പിന്നെ ഈസി ആയിരുന്നു വർക്ക്. അങ്ങനെ റിവേഴ്സ് ചെയ്ത് അത് ഞാൻ മാത്തുക്കുട്ടി ഞാൻ പറഞ്ഞു, കാര്യം എനിക്ക് തോന്നി അല്ലെങ്കിൽ നമ്മളത് ചെയ്ത് അവസാനം ആകുമ്പോൾ ശരിക്കും നമ്മൾ എന്നാൽ പിന്നെ വ്യത്യാസം അറിയില്ല. നമ്മൾ മേക്കപ്പ് ഫീൽ കാണിക്കാതെ കുറയ്ക്കാന്ന് വെച്ചാൽ ഒരു ചേഞ്ച് ഉണ്ടാവില്ല, ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്താ വ്യത്യാസം നോക്കി.